ഇത് ചെയ്തത് ലീഗലാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോമിനോർ 250 2023 20 എഡിഷൻ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഡോമിനോർ 400 ടൂറിംഗ് എഡിഷൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു ടൂറിംഗ് സ്പെക്കിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഡോമിനോർ അത്യാവശ്യം നല്ല ഈ ബൾക്ക് വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ 6 ഫീറ്റ് അടുപ്പിച്ചുകൊണ്ട് എനിക്കും അത്യാവശ്യം ബൾക്ക് വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഓണറിന് എൻ്റെ അത്ര ഹൈറ്റും കുറച്ചുകൂടെ സൈസൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി കുറച്ചുകൂടെ ബൾക്ക് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു മോഡിഫിക്കേഷനോട് കിടക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡോമിനോറിൻ്റെ കംപ്ലീറ്റ് ആക്സസറീസ് ജെന്യൂൻ ആണ് എടുക്കുന്നത്. ഈവൻ നട്ട് ബോൾട്ട് സ്ക്രൂസ് എല്ലാം നമ്മൾ ജസ്റ്റ് ജുഗാഡ് പരിപാടികളൊന്നും കാണിക്കുന്നത് എല്ലാം പക്ക ഫിറ്റ് ആൻഡ് ഫിനിഷോടെയാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ പരിചയപ്പെടുത്തരാം, അതിനകത്ത് റേറ്റ് ആയെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഡോമിനോർ 400 ടൂറിംഗ് എഡിഷൻ്റെ വൈസറാണ്. ഈ ഒരു വൈസറിന് തന്നെ ഒരു 3100 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. ഞാൻ എല്ലാം ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് റേറ്റേ പറയുന്നുള്ളൂ, കറക്റ്റ് അക്യുറേറ്റ് റേറ്റ് ഒന്നും പറയുന്നില്ല. ഒരു വൈസർ വെക്കണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഹെഡിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു പീസ് വാങ്ങിക്കണം. ഇതിന് 200 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. ഡോമിനോറിൻ്റെ ടൂറിംഗ് എഡിഷൻ്റെ 2 ഹാൻഡ് ഗാർഡ് വെച്ചിട്ടുണ്ട്. ഇതിന് 2 1000 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോമിനോറിൻ്റെ തന്നെ ആ സെയിം മോഡലിൻ്റെ മൊബൈൽ ഹോൾഡറാണ്. ഇത് പക്ക മെറ്റൽ പീസാണ്. ഇതിന് 500 റേറ്റ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വേണ്ടത്. പിന്നെ ഇതിൽ നമ്മളെല്ലാം പക്ക സ്റ്റോക്ക് ഫിനിഷിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ടിൽ കിട്ടാൻ പാടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു 2 സ്ക്രൂവും അത് നമ്മൾ ആ ഒരു ഫോർക്കിൽ കയറ്റുന്ന സ്ഥലത്തൊരു സാധനം കിട്ടാണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അത് കിട്ടാൻ കുറച്ച് പാടാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹാൻഡ് ഗാർഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നിടത്തൊരു 8 mm ബോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല 8 mm അലങ്കിയുണ്ട്. അതും കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. അതൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാലൊക്കെ കറക്റ്ററിനെങ്കിൽ 19 RPM കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതെല്ലാം ഇവൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇവൻ്റെ ഐഡി ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പാർട്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇനി നമുക്ക് സെറ്റിങ്ങിലോട്ട് കിടക്കാം. ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് 19 RPM അല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒപ്പിക്കേണ്ടി വരും. ഞാൻ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ട് സ്ഥലം നല്ലതായിരിക്കും, വെയിലാണ്. അവിടെ നിന്ന് പടുത്ത് കഴിഞ്ഞാൽ കരുവാടാവും. അതുകൊണ്ട് നമ്മൾ നമ്മളെ ഷെഡിലോട്ട് കയറ്റി വെച്ചേക്കണേ. ഇവിടെ ഇവൻ്റെ വണ്ടിയും ഇവിടെ എൻ്റെ വണ്ടിയും ഇരിപ്പുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു വൈസർ മാറ്റിയിട്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ സാധനം സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് മറ്റേ വൈസറോടെ സെറ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ അകത്തൊരു പാർട്ടോടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ട്. ഇതിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ബോൾട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ബോൾട്ട് സെറ്റപ്പ് ഇപ്പോൾ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മൊബൈൽ ഹോൾഡറിൻ്റെ സാധനം സെറ്റ് ചെയ്തിട്ട് 2 അല്ലെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടാണ്. നമ്മളെന്തായാലും ജുഗാഡായിട്ടില്ല, പക്ക ഫിറ്റ് ആൻഡ് ഫിനിഷോടെ ചെയ്യാനുണ്ടെങ്കിൽ ഈ സാധനം തപ്പി പിടിച്ചെടുത്താണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ 4 ബോൾട്ടും അഴിച്ചിട്ട് കാണാം. നമുക്ക് വേറൊരു പരിപാടി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുക്കൻ്റെ ഇവിടെ ഒരു സിൽവർ സാധനം വരും, അത് അവനെ താങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരെണ്ണമായിട്ട് വെച്ചേക്കുന്ന വൃത്തിയുടെയായിട്ട് അവർ 2 ഒരു കളറുണ്ട്. ഇപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. 83 രൂപയാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് കടയിലൊന്നും കിട്ടാൻ പാടാണ്. 19 RPM ഓർഡർ ചെയ്യണം. 83 രൂപ സാധനമായാലും 100 രൂപ ഡെലിവറി ചാർജ് കൊടുക്കും. അപ്പം ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വൈസർ റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വൈസറിൻ്റെ പിറത്തൂടെ ഇതേപോലൊരു സാധനമുണ്ട്. ഇത് 200 രൂപ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റേ വലിയ വൈസർ എനിക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഇതന്നെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഞാൻ ഫുള്ള് സ്ക്രൂഫ് എന്ന് പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എളുപ്പമായിട്ട് ജസ്റ്റ് ഓരോന്നും സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ ഒരു കറക്ഷനുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വെക്കാൻ വേണ്ടി 1 നൂറണം. ആദ്യം ഈ ഒരു സാധനം വെക്കണം. ഈ ഒരു 2 എണ്ണം ഇവിടെയും അപ്പുറത്ത് വിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെറ്റിങ്ങിൻ്റെ കാര്യം ആൾമോസ്റ്റ് കഴിയും. പക്ഷേ ഈ ഒരു സാധനം കിട്ടാൻ പാടാണ്. ഇതല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു നേരത്തെ ഒരു സെറ്റപ്പ് കാണിച്ചത്, അത് കിട്ടാൻ വേണ്ടി നല്ലേക്ക് പാടാണ്. ഈ ഒരു ഹോൾഡർ സെറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി മെറ്റലാണ്. അപ്പോൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്ട് തന്നെ ഏതെങ്കിലും 2 എണ്ണമൊക്കെ ഇട്ട് വെച്ചിട്ട് മറ്റേ ഇടാൻ പോയി കഴിഞ്ഞാൽ ഇടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് എല്ലാം കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്ത് വരുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. ഇത് സെറ്റ് ചെയ്യാൻ നേരത്തെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതും. നമുക്ക് ഇനി ഇതിൻ്റെ വൈസറിൻ്റെ ഫ്ലാപ്പും വൈസറും സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വൈസർ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് അറിയാൻ പോയാൽ ഇവിടെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അവിടെ തന്നെ ഒട്ടിച്ചിട്ട് നോക്കാം. നമ്മളിപ്പോൾ വൈസർ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വാഷ്യസൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ഇട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ തലയിലേക്ക് വൈബ്രേഷൻ വരും. അഡ്വഞ്ചർ ടൈപ്പിൽ നമ്പർ പ്ലേറ്റ് ഈ ഒരു വൈസറിൻ്റെ പുറത്താണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾഡറാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം എനിക്കതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റിവറ്റ് പൊട്ടിക്കണം. അപ്പോൾ റിവറ്റ് പൊട്ടിക്കുന്നുള്ളത് മാത്രം ഇത് സെറ്റ് ചെയ്യുന്നില്ല. നമ്പർ പ്ലേറ്റ് ഇവിടെ താഴെ തന്നെ വെച്ചേക്കാനാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. അപ്പോൾ പുതിയ നമ്പർ പ്ലേറ്റ് വല്ലതും എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. പാൻ കാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം അത് കുറച്ച് ടാസ്ക്കാണ് കറക്റ്റ് അലൈനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടാൻ പാടുള്ള പാട്ടും അലങ്കിയും അതിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. നേരത്തെ എൻ്റെ ഒരു ടിപ്പായിട്ട് തന്നെ എടുത്തോ. ഈ ഒരു അലങ്കി വരുന്ന ഭാഗം മാക്സിമം അടിയിൽ വെക്കണം. ഇപ്പോൾ ടോപ്പിൽ വെച്ചാൽ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണെങ്കിലും മഴ പെയ്തിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി അവിടെ തുരുമ്പെടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇടുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും ഇതായിരിക്കും ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ല യൂസ് ആവുന്നത്. അപ്പോൾ 2 ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓവറാൾ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്.
അപ്പോൾ ഇതിൽ ചെയ്ത ഈ മോഡിഫിക്കേഷൻ ഒക്കെ ലീഗലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലീഗലാണ്. കാരണം നമ്മൾ ബജാജ് ഡൊമിനോറിൻ്റെ ജെന്യൂൻ സ്പെയർ പാർട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് പിടിച്ചാലോ ഫൈൻ അടിക്കാനോ ഒരു ചാൻസും ഇല്ല. അഥവാ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, കാരണം ഇത് ബജാജിൻ്റെ ജെന്യൂൻ പാർട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡൊമിനോറിന് മാത്രമേ നിങ്ങൾക്ക് കമ്പനി തന്നെ ഇത്രയും ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 400 മാത്രമല്ല 250 കൂടെ ചേർത്താണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹാൻഡ് ഗാർഡൊക്കെ റെഡ് കിട്ടിയത്. ബജാജിൻ്റെ ടൂറിംഗ് എഡിഷൻ വണ്ടിയാണ് 400 എങ്കിൽ അത് ബ്ലാക്കും ഗ്രീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഡൊക്കെ കിട്ടിയെങ്കിൽ കറക്റ്റ് ഇതിന് വേണ്ടി കൂടെ ഇറക്കുന്നതാണ്. പക്ഷെ അന്ന് ഇറക്കിയ സമയത്ത് വണ്ടി സ്റ്റോക്കായിട്ട് വെച്ച് കൊടുക്കുന്നില്ലായിരുന്നു, അഡീഷണൽ ആക്സസറീസ് ആയിട്ടായിരുന്നു കൊടുക്കുന്നത്. പിന്നെയാണ് ഡൊമിനോർ 400 എല്ലാം കൂടെ വെച്ചുള്ള ടൂറിംഗ് എഡിഷനായിട്ടൂടെ ഇറക്കി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാൻ, ചാനൽ ആരെയും കണ്ടുപിടിക്കാൻ ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ എഡിപ്പിനെ പറ്റി ഉള്ള അല്ലാതെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞാൻ അത് ശരിയാക്കുന്നതായിരിക്കും. വണ്ടി പണിയുന്നതും വീഡിയോ എടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് അങ്ങൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്സസറീസിൻ്റെ പാർട്ട് നെയിമോ അല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവന് മെസ്സേജ് എനിക്ക് നല്ലത്. ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. പാർട്ടൊക്കെ അസംബ്ലി കളക്ട് ചെയ്തതും പർച്ചേസ് ചെയ്തതും എല്ലാം അവൻ സ്വന്തമായിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ ആരൊക്കെ പിടിച്ച് വളച്ച് വെക്കുന്നുണ്ട്. അതല്ലാതെ കാറ്റുറ്റി വിടുന്ന ചെറിയ പയ്യനും ഉണ്ട്. അപ്പോൾ ആളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അറിയാവുന്ന പയ്യനായിട്ട് മാത്രം വെറുതെ വിട്ടെന്ന് പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ ബൈ ബൈ.